ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ച ഒരു പ്രവാസിയായ മലയാളി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ഈ 4 ചുവരുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു. ഇതിനുള്ളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്ത് കാര്യമാണ് ചെയ്യാൻ കഴിയുക? എനിക്ക് വിഷമം കൂടുന്നതല്ലാതെ, നാട്ടിലേക്ക് വരാനും പറ്റണില്ല, മാനസികമായിട്ടുള്ള വിഷമം കൂടുന്നതല്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ 4 ചുവരുകൾക്കിടയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഈ ഒരു കാലഘട്ടം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടവുമായി പൊരുത്തപ്പെട്ട്, ഈ കാലഘട്ടവുമായി അഡാപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയമെന്ന് നമുക്ക് പറയാം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ മാനസികമായും ശാരീരികമായും ഫിറ്റായി റിമെയിൻ ചെയ്യാൻ, സർവൈവ് ചെയ്യാനായി ഫിറ്റായി മാറാൻ നമ്മൾ തയ്യാറാവണം. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾ, ആ മുറിക്കുള്ളിൽ ഇരിക്കുന്ന വ്യക്തികൾ വിഷമിക്കേണ്ട കാര്യമില്ല, മറിച്ച് അവിടെ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാനസികമായും ശാരീരികമായും ഒക്കെ ഒന്ന് ഉഷാറാവാൻ നമുക്ക് കഴിയുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ആ 6 കാര്യങ്ങൾ എന്ന് പറയുന്നതിന് മുൻപ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ നവീൻ ഇൻസ്പയർസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെൽഫ് ഡെവലപ്മെന്റിനും പേഴ്സണൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ആയി ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാൻ മനസ്സുകൂടി കാണിക്കുക. എന്തൊക്കെയാണ് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? നമ്പർ 1, നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ. മാക്സിമം ആളുകളുമായി നെറ്റ്വർക്ക് ചെയ്യുക. സാധാരണഗതിയിൽ പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ആളുകളുമായി പരിചയപ്പെടാനും നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ കഴിയുന്നത്. എന്നാൽ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലോ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിലോ അതിനെ ബുദ്ധിപരമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ചെയ്യാൻ തയ്യാറാവുക. സോഷ്യലായ രീതിയിലും പേഴ്സണലായ രീതിയിലും പ്രൊഫഷണലായ രീതിയിലും ഒക്കെ നെറ്റ്വർക്ക് ചെയ്യാൻ തയ്യാറാവുക. ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള ഒരു അവസരമായി തന്നെ ഈ 4 ചുവരുകൾക്കിടയിൽ കഴിയുന്ന കാലഘട്ടത്തെ ഉപയോഗപ്രദമാക്കണം. നമുക്ക് ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് ധാരാളം പ്രൊഫഷണൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ ബിസിനസ് കണക്ഷൻസ് ആണെങ്കിലും പേഴ്സണൽ കണക്ഷൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിൽ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളോ, അവരുടെയൊക്കെ നമ്പേഴ്സ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിലേക്കൊക്കെ വിളിച്ച് അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നതാണ്. ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുക, ആളുകളെ പരിചയപ്പെടുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ സമയം ചിലവഴിക്കാൻ തയ്യാറാവണം. 2, എൻഗേജ് ഇൻ ഫൺ. നമ്മുടെ മാനസികമായ ആരോഗ്യം നിലനിർത്താനായി, മാനസികമായി നമ്മൾ ശക്തനായി ഇരിക്കാനായി നമുക്ക് ഫൺ ആക്ടിവിറ്റീസ് തീർച്ചയായും വേണം. മനുഷ്യന്മാർക്ക് രസകരമായ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് മാനസികമായ ഒരു ശക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, പാട്ട് കേൾക്കുകയാണെങ്കിലും പാട്ട് പാടുകയാണെങ്കിലും ഡാൻസ് കളിക്കുകയാണെങ്കിലും, അതല്ലെങ്കിൽ വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി ഉണ്ടെന്ന് ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഒരു സിനിമ കണ്ട് അദ്ദേഹം കാണിക്കുന്ന ചേഷ്ടകളും അദ്ദേഹം കാണിക്കുന്ന ആംഗ്യങ്ങളും അതേപോലെ അദ്ദേഹത്തിനെ മിമിക് ചെയ്യാനായി ശ്രമിക്കുക. എന്താ ഗുണം എന്താ? അപ്പോൾ ഓരോ ആക്ഷൻസിനെയും കൃത്യമായി ഒബ്സർവ് ചെയ്യാനും ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെയൊക്കെ ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ പഠിക്കുക. ഒരു ടെക്നിക്കൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ പസിൽസ് സോൾവ് ചെയ്യണമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത്തരത്തിലുള്ള പസിൽസ് ഓൺലൈൻ ധാരാളം അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുക, അത് സോൾവ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന വഴി തലച്ചോറിലെ ക്രിയേറ്റീവായ ഏരിയയെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഫൺ ലഭിക്കുന്ന, നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്ന, മാനസികമായ ആരോഗ്യം വർദ്ധിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫൺ ആക്ടിവിറ്റീസിൽ മുഴുകാൻ കൂടി ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തെ ഉപയോഗപ്രദമാക്കണം. 3, DIY പ്രോജക്ട്സ്. DIY എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് യുവർ സെൽഫ്. നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് DIY വീഡിയോസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. 1000കണക്കിന് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതൊക്കെ കാണുകയും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം, നമ്മുടെ ഉള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഒരു സാധനം അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യൂ. സെർച്ച് ചെയ്ത് DIY വീഡിയോസ് കുറെ കാണും. ഇതൊക്കെ കണ്ട് അതിൽ പറയുന്ന പോലെ ഓരോരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്രദമാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. ചെറിയൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ ടീഷർട്ട് നമ്മൾ സാധാരണ മടക്കാനായിട്ട് 5, 6, 7, 8 തവണ നമ്മൾ പല രീതിയിലൊക്കെയാണ്
അത് മടക്കിയെടുക്കുന്നത്. എന്നാൽ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് പിടിച്ച് ഈ ടീഷർട്ടിനെ പൊക്കിയാൽ ഒറ്റയടിക്ക് മടക്കിയായിട്ട് കിട്ടും. ഹൗ ടു ഫോൾഡ് ടീഷർട്ട് ഇൻ 1 minute അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മതി, ആ ഒരു DIY വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഇതേപോലെ നമുക്ക് വീട്ടിൽ പ്രാക്ടിക്കലായി ഉപയോഗപ്രദമാകുന്ന ധാരാളം DIY വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കണ്ട് ആ സ്കിൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തെ ഉപയോഗിക്കണം. 4, സ്റ്റാർട്ട് റീഡിങ്. പുസ്തകം വായിക്കണത് നമുക്ക് വളരെ പ്രയോജനകരമാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. പുസ്തകം എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് നമ്മൾ പറയാറ്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ ആയിരിക്കും ഒരു പുസ്തകം. പുസ്തകം വായിക്കണം എപ്പോഴും നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ ബുക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായി ധാരാളം ബുക്സ് അവൈലബിൾ ആണ്. ആ ബുക്സ് എടുത്ത് വായിക്കുക. ഇനി അതും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബുക്സുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ആ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള ആർട്ടിക്കിൾസ് വായിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ ഏത് മേഖലയാണോ താല്പര്യമുള്ളത്, എത്തരത്തിലുള്ള വായനയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതുമായി ബന്ധപ്പെട്ട ധാരാളം ബുക്സും ധാരാളം ബുക്സും അവൈലബിൾ ആണ്. അതൊക്കെ ഇരുന്ന് വായിക്കാനും നമ്മുടെ തലച്ചോറിലെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റിയും കൂടുതൽ നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ കാലഘട്ടം ഉപയോഗിക്കാം. ഈ ഒരു ടൈം പീരീഡിൽ ആ പുസ്തകത്തിലേക്ക് മനസ്സിനെ മുഴുകിപ്പിക്കാൻ കഴിഞ്ഞാൽ അനാവശ്യമായ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോവില്ല. അപ്പൊ അത്തരത്തിലുള്ള വായനാശീലം വർദ്ധിപ്പിക്കാൻ കൂടി വേണം ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തെ നമ്മൾ ഉപയോഗിക്കാൻ. ഭാവിയിലേക്ക് നമുക്ക് ഒരുപാട് പ്രയോജനകരമാവുന്ന ഒരു ഹാബിറ്റ് കൂടിയായി മാറും ഈ വായനാശീലം. 5, എക്സ്പ്ലോർ യുവർ പാഷൻ. നമുക്ക് ഏവർക്കും ചില അഭിനിവേശങ്ങളുണ്ട്. നമുക്കുള്ള അഭിനിവേശത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല എന്നായിരിക്കും ഉത്തരം. നമ്മൾ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാനായിട്ടും മറ്റു പല ജോലികളിലായിരിക്കും ഒരുപക്ഷെ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അഭിനിവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമായി കൂടി ഈ സാഹചര്യത്തെ കാണാൻ തയ്യാറാവണം. അതായത് നിങ്ങൾക്ക് പാഷനുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് അതെന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ചെയ്യേണ്ടത്, അതിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഈ ഒരു പാഷൻ ഉപയോഗിച്ച് എനിക്ക് കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാൻ സാധിക്കുന്നത്? അങ്ങനെ നമ്മുടെ പാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടി ഈ സമയം ഉപയോഗിക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ട്രെയിനിങ് ആണ് എന്റെ പാഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം ആർട്ടിക്കിൾസ്, ധാരാളം ഓൺലൈൻ കോഴ്സുകൾ, ധാരാളം വീഡിയോസ്, ധാരാളം സിനിമകൾ, ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന സിനിമകൾ, ഇതെല്ലാം ഓൺലൈനായി അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടെത്താനും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഇതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ അഭിനിവേശവുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. തീർച്ചയായും ഈ ഒരു കാര്യവും ഒറ്റപ്പെട്ട് മുറിയിലിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. ഭാവിയിലേക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഈ ആക്ടിവിറ്റി ചെയ്യാൻ മറക്കാതിരിക്കൂ. 6, ബി എ ലീഡർ ഇൻ സോഷ്യൽ മീഡിയ. സാധാരണ ഇതിൽ സോഷ്യൽ മീഡിയയിൽ 2 രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ 2 കാറ്റഗറി ഓഫ് ആളുകളാണ് വരാറ്. ഒന്നാമത്തെ കാറ്റഗറി എന്താണ് സോഷ്യൽ മീഡിയയിലുള്ളതെന്ന് കാണാൻ വരുന്ന ആളുകളാണ്. രണ്ടാമത്തെ കാറ്റഗറി അവർ ഈ സോഷ്യൽ മീഡിയയിലേക്ക് പലതും ക്രിയേറ്റ് ചെയ്ത് ഇടാൻ വരുന്ന വ്യക്തികളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബിൽ ഒരു ക്രിയേറ്റർ കൂടിയാണ്. ധാരാളം വീഡിയോസ് കാണാറുണ്ട്. ഞാനൊരു വ്യൂവറാണ്. അതിനോടൊപ്പം വീഡിയോസ് ഉണ്ടാക്കി ഈ ഒരു യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും ഒരു ക്രിയേറ്റർ കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള ക്രിയേറ്റർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എടുക്കാൻ തയ്യാറാവുക. അത് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയകളാണെങ്കിലും ഇവിടെയൊക്കെ ഒരു ലീഡർഷിപ്പ് എടുക്കാനായി നമ്മൾ തയ്യാറാവുക. നമുക്ക് വീഡിയോ ഉണ്ടാക്കാനാണ് അറിയാവുന്നതെങ്കിൽ വീഡിയോ ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്യുക. അതല്ല ഫോട്ടോ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഭംഗിയായി അപ്ലോഡ് ചെയ്യുക. നമുക്ക് റൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാനുള്ള കപ്പാസിറ്റി ആണ് കൂടുതലെങ്കിൽ നമ്മൾ കുറെ ബ്ലോഗുകൾ ഉണ്ടാക്കുക. അതല്ല ഓഡിയോ റെക്കോർഡ് ചെയ്യാനാണ് നമ്മുടെ കപ്പാസിറ്റി എങ്കിൽ കുറെ പോഡ്കാസ്റ്റുകൾ ഉണ്ടാക്കി അത് പല ചാനലുകൾ വഴി, ടെലിഗ്രാമിലെ ചാനലുകൾ വഴിയും അതേപോലെ യൂട്യൂബിൽ അനിമേറ്റഡ് വീഡിയോ ഉണ്ടാക്കി അതിലൂടെയും അതേപോലെ തന്നെ വാട്സാപ്പിലൂടെയൊക്കെ ആയിട്ട് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക. ഇത്തരത്തിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ തയ്യാറാവുക. ആ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ കൂടി വേണ്ടി ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തെ ഉപയോഗിക്കുക. ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി ലഭിക്കാനും സർവൈവ് ചെയ്യാനും മെന്റൽ സ്ട്രെങ്ത് കാത്തു സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ കൂടാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടവും കടന്നു പോകും. ഈ സമയം കടന്നു പോകുന്ന സമയത്തും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന സിദ്ധാന്തം പോലെ തന്നെ മാനസികമായി നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകാൻ ഏവർക്കും കഴിയട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാക്കാനായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സമയമായി ഈ സമയത്തെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചു.